സുഹൃത്തുക്കളെ, ഈ മലപ്പുറം എന്ന് കേട്ടുകഴിഞ്ഞാൽ വിളറ് പിടിക്കുന്ന എല്ലാ സംഖ്യകളും സംഗിണികളും ഇതൊന്നും കാണണം കേട്ടോ. കഴിയുമെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട അത്തരം ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒന്ന് കണ്ടുനോക്കൂ. സംഗതി നടക്കുന്നത് സെവൻസ് ഫുട്ബോളാണ്. ഞങ്ങളെ മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്, സെവൻസ് ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു പരിപാടി. ആ ഒരു സെവൻസ് ഫുട്ബോളിന് കാണാൻ വന്നിരിക്കുന്ന രണ്ട് അപ്പൂപ്പന്മാരാണ്. ഞങ്ങൾ മലപ്പുറംകാര് കാക്കമാർ എന്ന് പറയും. രണ്ട് കാക്കമാരാണ്. എന്തോരം പ്രായമുണ്ട് നോക്കി, അവരുടെ മുഖത്ത് ആ ചുളിവുകൾ നോക്കി. എന്നിട്ടും കൊച്ചുമോനോടൊപ്പം ആ ഒരു പരിപാടി കാണാൻ വന്ന ആ ഉപ്പൂപ്പന്മാര് ജനഗണമന കേൾക്കുമ്പോൾ, നമ്മുടെ ദേശീയഗാനം കേൾക്കുമ്പോൾ ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നിങ്ങൾ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ പറയുന്നുണ്ട് മലപ്പുറം കാക്കമാരെ പറ്റി. മലപ്പുറം കാക്കമാർക്കുള്ള രാജ്യസ്നേഹത്തെക്കുറിച്ച്, മലപ്പുറം കാക്കമാർക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു പന്തിനോടുള്ള അപാരമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച്. ആ ഒരു പേരും പോരിശമയൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുക സുഹൃത്തുക്കളെ. ഈ വീഡിയോ അദ്ദേഹം മലപ്പുറം തന്നെയാണ് ഈ വീഡിയോ എടുത്ത ഒരാൾ എടുത്തിട്ടുണ്ടായിരിക്കുക. കാരണം ആ രണ്ട് വല്യപ്പന്മാര് എന്തിനാണ് സിനിമ കാണാൻ വന്നിട്ടുണ്ട്, സോറി ഫുട്ബോൾ കാണാൻ വന്നിട്ടുണ്ടായിരിക്കുക എന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. നോക്കൂ, ഇവരുടെ ആയ കാലഘട്ടത്തില്, ഇവരുടെ ചെറുപ്പ കാലഘട്ടത്തില് ഇവരെന്തോളം ഈ ഒരു ഫുട്ബോളിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കി. ഇവരെത്രത്തോളം ആ ഫുട്ബോൾ ഒരു ലഹരിയായിട്ട് കൊണ്ടു നടന്നിട്ടുണ്ടായിരിക്കും മനസ്സിൽ. ആ ഒരു ലഹരി ഇപ്പോഴും അങ്ങനെ മായാതെ ഇവരുടെ ഹൃദയത്തിൽ എവിടെയോ ഉള്ളതുകൊണ്ടാണ് കൊച്ചുമോനോടൊപ്പം ആ ഒരു ഫുട്ബോൾ കളി കാണാൻ വരുന്നത്. ഇനി ഞാൻ ഇതിനെ രണ്ടാമത് വേറൊരു ഭാഗമാക്കി പറയാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഇത് മലപ്പുറമാണ്. മലപ്പുറം എന്ന് പറയുന്ന നാടിന് ഇഷ്ടമില്ലാത്ത ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് ആര് എന്നൊന്നും ഞാൻ ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്ത് അങ്ങനെ നടക്കുള്ളൂ. മലപ്പുറത്തെ കാക്കമാരെല്ലാം, മലപ്പുറത്തെ മുസ്ലിങ്ങളെല്ലാം വലിയ പ്രശ്നക്കാരാണ് എന്ന രീതിയിലൊക്കെ ചില വ്യാഖ്യാനങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ നിർമ്മിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം വ്യാഖ്യാനത്തിൽപ്പെട്ട് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഞങ്ങൾ എന്ത് കുറ്റമാണ് ചെയ്യുന്നതൊക്കെ ചോദിക്കേണ്ട ഗതികേടിലൊക്കെ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ഈ ഒരു മലപ്പുറത്താണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ജനഗണമന കേൾക്കുമ്പോൾ വയ്യാതായിട്ട് പോലും, വയ്യാതെ ഇരിക്കാൻ തന്നെ ആ ഒരു മനുഷ്യന് വയ്യാതായിട്ടുള്ള അത്രയേറെ പ്രായാധിക്യം കൊണ്ടും അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. അദ്ദേഹം ജനഗണമന ചൊല്ലുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പല സംഖ്യകളും ജനഗണമന ചൊല്ലാൻ അറിയില്ല എന്ന് മനസ്സിലാക്കണം. ജനഗണമന ചൊല്ലിയിട്ട് തെറ്റിച്ച് കളയുന്ന സംഖ്യകളായിരിക്കും കോൺഗ്രസ്സുകാരെ പോലെയല്ല ഈ ഒരു മലപ്പുറം കാക്ക. അദ്ദേഹത്തിന് ജനഗണമന അറിയാം. അദ്ദേഹം അത് തൻ്റെ മനസ്സിലും ചുണ്ടിലും ചൊല്ലുന്നുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തോട്, താൻ പിറന്ന രാജ്യത്തോട് അത്രയേറെ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു പ്രായം ചെന്ന മനുഷ്യൻ എന്തോരം പഠിച്ചിട്ടുണ്ടാകുമെന്ന് കൂടി നിങ്ങൾ ആലോചിക്കുക. ആ ഒരു പ്രായം ചെന്ന മനുഷ്യർ പക്ഷേ അപാരമായിട്ടുള്ള വലിയ വിദ്യാഭ്യാസം ചിലപ്പോൾ, എനിക്കറിയില്ല പേഴ്സണലി, അദ്ദേഹം നേടിയെടുക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. എന്നിട്ടും ജനഗണമന അദ്ദേഹത്തിന് അറിയാം. സ്കൂളിൽ പോയ പരിചയത്തിലും മറ്റും ജനഗണമന വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിടുന്ന തൊട്ട് മുമ്പായിട്ട് ചൊല്ലിക്കേട്ടത് കാണാതെ കേട്ട് പഠിച്ചതായിരിക്കാം. അതങ്ങനെ ഹൃദയത്തിൽ അങ്ങനെ കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, മലപ്പുറം കാക്കമാരെ കുറിച്ചിട്ട് മലപ്പുറം കാക്കമാർ മുഴുവൻ പ്രശ്നക്കാരെന്നൊക്കെ പറഞ്ഞിടക്കുന്ന ആളുകൾ മുമ്പിലേക്ക് വേണം നിങ്ങൾ ഈ ഒരു വീഡിയോ എത്തിക്കാൻ. അവരതല്ല എന്നും, അവര് എങ്ങനെയാണ് രാജ്യത്തോട് സ്നേഹം കാണിക്കേണ്ടതെന്നും, എങ്ങനെയാണ് മറ്റു ലഹരിയേക്കാൾ കൂടുതൽ ഫുട്ബോൾ ആ ഒരു കളിയാണ് ലഹരി എന്ന് അങ്ങനെ കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പോഴും മലപ്പുറത്തുണ്ടെന്നും, അങ്ങനെ ചെറുപ്പക്കാർ കൂടി ആ വഴിയിലേക്ക് വരണമെന്നതിൻ്റെ ഒരു വലിയ സൂചനയായിട്ട് ഈ രണ്ട് ഉപ്പൂപ്പന്മാരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഞങ്ങളൊക്കെ അങ്ങനെ വിളിക്കുക, ഉപ്പൂപ്പന്മാർന്ന് വിളിക്കും. ആ രണ്ട് ഉപ്പൂപ്പന്മാരായിരിക്കണം നമ്മളൊക്കെ മുന്നോട്ട് വെക്കേണ്ട ഒരു വലിയ മാതൃക. കാരണം ഇവിടുത്തെ പുതിയ ചെറുപ്പക്കാരെല്ലാം മയക്കുമരുന്നിനും മറ്റും അടിമപ്പെടുമ്പോഴാണ് ഇവരാകെ അടിമപ്പെട്ടത് ഫുട്ബോളിലാണ്. ആ ഫുട്ബോളിനോട് മാത്രമാണ് സ്നേഹം, അതാണ് ലഹരി. ആ ഒരു ലഹരിക്ക് മാത്രമാണ് ഈ രണ്ട് ഉപ്പൂപ്പന്മാര് അടിമപ്പെട്ടിട്ടുണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും അതങ്ങനെ കാണാൻ വന്ന ജനഗണമന കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അത് രാജ്യത്തോടുള്ള അപാരമായ സ്നേഹത്തോടെ ജനഗണന മുഴുവൻ ചൊല്ലിത്തീർത്ത് അവിടെ ഇരിക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് കാക്കമാര്. നിങ്ങൾ അറിയാത്ത മലപ്പുറമാണ്. ബൈ.